നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നിങ്ങൾക്കെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത്. വടകര ഒരു സിദ്ധാശ്രമമുണ്ട്. വടകര ഒരു സിദ്ധാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 1921 സ്ഥാപിച്ച സിദ്ധാശ്രമമാണ്. ആ സിദ്ധാശ്രമത്തിൽ നടക്കുന്ന ചില ആചാരങ്ങൾ നമ്മൾ പറയാൻ പോണത്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ആ സിദ്ധാശ്രമത്തിലേക്ക് പോവാം, അവിടെ താമസിക്കാം. അവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീക്കും പുരുഷനും ഒരു വസ്ത്രം ഇടാൻ പാടില്ല. വസ്ത്രം ഇല്ലാണ്ട് നമ്മൾ പണ്ട് നമ്മുടെ പുരുഷന്മാരും സ്ത്രീകൾ എങ്ങനെയാണ് നടന്നു പറഞ്ഞത്, ആദം അവ്വ എങ്ങനെയാണ് നടന്ന് ജീവിച്ചിരുന്നത്, ഒരു വസ്ത്രം ഇല്ലാണ്ടാണ്. എന്നിട്ടാണ് അവർ ഇല മറച്ചു തുടങ്ങിയത്. അതേപോലെ ഇവിടെ ഇല മറക്കലില്ല. ഇവിടെ എല്ലാം നഗ്നരായിട്ടാണ് അവിടുത്തെ അന്തേവാസികൾ നിൽക്കുന്നത്. അവിടുത്തെ പി ചന്ദ്രകുമാറിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്. അതിൽ അഭിലാഷ അതുപോലെ തന്നെ നായകനും നായികയും തമ്മിൽ കംപ്ലീറ്റ് ന്യൂഡായിട്ട് നടക്കുന്ന ഒരു സീനുണ്ട്. കുറേ സീനുകളായാലും പടത്തിലൊക്കെ അങ്ങനെ ഡ്രസ്സില്ല. അങ്ങനത്തെ ഒരു ആശ്രമമാണ് സിദ്ധാശ്രമം. അപ്പോൾ ആ ആശ്രമത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് അവിടെ ചെന്ന് അവിടുത്തെ ആചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടുത്തെ പോലെ നമുക്ക് ജീവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വസ്ത്രങ്ങളില്ല എന്ന് മാത്രമല്ല, അവിടെ വസ്ത്രം ഇല്ലാണ്ടാണ് രാത്രിയിൽ എല്ലാവരും കൂടി ഒരു ഹാളിലാണ് കിടക്കുക. ആ ഹാളിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ വസ്ത്രങ്ങൾ ഇല്ലാണ്ട് സ്ത്രീകൾ കിടക്കുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമ്പി തോന്നി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടമാണെങ്കിൽ, സ്ത്രീകൾ അനുവദിച്ചാൽ നമുക്ക് പരിപാടി ചെയ്യാം. ആ പരിപാടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കാണലാണ് ചെയ്യാൻ പാടുള്ളൂ. രഹസ്യമായിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ടോ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോയിട്ടോ ഒരു സ്ത്രീനും പരിപാടി ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും കാണലേ. അതുപോലെ തന്നെ അവിടെയുള്ളവർ മുഴുവൻ എല്ലാവരും കാണലേ. സ്ത്രീക്ക് സമ്മതമാണെങ്കിൽ, സ്ത്രീയെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. സ്ത്രീക്കും പുരുഷനും സമ്മതമാണെങ്കിൽ അവർക്ക് പരിപാടി ചെയ്യാം. അവർ എല്ലാവരും വസ്ത്രമില്ലാണ്ട് നടക്കുന്നവരല്ലേ. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീന് നമ്മുടെ അടുത്ത് കിടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക, പിറ്റേ ദിവസം വേറെ സ്ത്രീനെ കൊണ്ട് കിടത്തുക. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭാര്യമാരെ പോലെ അടുത്ത് ഒരു പെണ്ണ് മാത്രം കിടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരമായി കിടന്നാൽ അവർക്ക് പല പ്രേമങ്ങളോ സ്നേഹങ്ങളോ അങ്ങനെ കെട്ടുമാറാപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കെട്ടുമാറാപ്പും പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ സ്നേഹം പാടില്ല, ഒന്നും യാതൊരു വക ബന്ധങ്ങളും പാടില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പരിപാടി ചെയ്യണമെന്ന് തോന്നിയെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾക്ക് പരിപാടി ചെയ്യാം, അത്ര തന്നെ. അതുപോലെ തന്നെ 8 മണിക്കൂർ 3 മണിക്ക് തുടങ്ങും അവിടുത്തെ ഭജന. ദൈവത്തിനെ വിളിച്ചുള്ള ഭജനകളും കാര്യങ്ങളൊക്കെ. അത് 8 മണിക്കൂർ ഭജനയാണ്. 8 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മൾ ഭജനയിൽ പങ്കെടുത്തിരിക്കണം. അതും വസ്ത്രമില്ലാണ്ട് തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെങ്ങനെ അവിടെ സാമ്പത്തികം ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 10-50 ഏക്കറിന് ആ സ്ഥലത്തിൽ മരുന്ന് കൃഷിയാണ് നടക്കുന്നത്. ആ മരുന്ന് കൃഷി കൊണ്ടുവന്ന് ഇവിടെ മരുന്ന് ഉൽപ്പാദനം അതിലൊക്കെ നമ്മൾ സഹായിക്കണം. പണിക്കും പോകണം, 5-6 മണിക്കൂർ നമ്മൾ പണി ചെയ്യണം. അപ്പോൾ ആ പൈസ കൊണ്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കും, ഈ സ്ത്രീകളായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ കുട്ടികളുണ്ടാവില്ലേ, ഗർഭം ഉണ്ടാവില്ലെന്ന്. ഒരു പ്രശ്നമില്ല. കുട്ടികളുണ്ടാവും. ഒരു മൊലടി പ്രായം കഴിയുന്നവരെ നമുക്ക് ആ കുട്ടികളെ ഒരു അമ്മേരെ കൂടെ നിർത്താം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട പ്രായമാകുമ്പോൾ അവരെ അമ്മേരെ അടുത്ത് മാറ്റിയിട്ട് അവരെ അപ്പുറത്ത് സിദ്ധാശ്രമത്തിന് അപ്പുറത്ത് ഒരു സ്കൂളുണ്ട്, അവിടെ ചേർത്തും. 10ാം ക്ലാസ് വരെ ആ കുട്ടിക്ക് അവിടെ പഠിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ പഠിപ്പില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾ വീണ്ടും സിദ്ധാശ്രമത്തിലേക്ക് വരണം. ഇവരുടെ അതേ ആചാരങ്ങൾ ആ കുട്ടിയും തുടർന്ന് ആ ആശ്രമത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കണം. കർശനമായിട്ടുള്ള നമ്മുടെ നിർദ്ദേശങ്ങളാണ് അവിടെ പാലിക്കണം. എന്തെങ്കിലും വല്ല മദ്യം കഴിക്കുകയോ അതിനുള്ള ടെൻഡൻസി ഉണ്ടോ, വേറെ എന്തെങ്കിലും അതിക്രമം ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ ആശ്രമത്തിൽ നിന്ന് പുറത്താകും. പിന്നെ ആശ്രമത്തിൽ സ്ഥാനമില്ല. അപ്പോൾ അതൊക്കെ വളരെ സ്കാൻ ചെയ്ത് അവർ ഇത്രയും ആൾക്കാർ അവിടെ ജീവിക്കുന്നു. അവിടെ ആർക്കും അസൂയയില്ല, കുശുമ്പില്ല. അവരെ ലോകത്ത് അവരും ജീവിക്കുന്നു. ആ സമൂഹത്തിന് യാതൊരു പ്രശ്നം വരുത്തുന്നില്ല. അവരുടെ സന്തോഷം, അവരുടെ ഇഷ്ടം, അവരെ ഭക്ഷണം, അവരെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ മരണം ഒരു ശരിക്കും പറഞ്ഞാൽ സ്വർഗവാതിലേക്ക് തുറന്ന് ദൈവം ഇടുന്ന സമയത്ത് നമ്മൾക്കാണ് കയറി ചെല്ലാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെ മരിക്കുന്ന ആൾക്കാർക്ക് അവിടെ തന്നെയാണ് ശ്മശാനം ഒരുക്കുന്നത്. ആ ശ്മശാനം ഒരുക്കുന്നതും വളരെ വ്യത്യസ്തമായുള്ളൊരു ശ്മശാനമാണ്. നമ്മളെ തുളസി ഇലയിലും അതുപോലെ തന്നെ ഭസ്മത്തിലുമാണ് നമ്മളവിടെ
അവർ ഇരുത്തി കുഴിച്ചിടുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭസ്മം നമ്മൾ അഴുകുന്ന നമ്മുടെ വെള്ളങ്ങൾ മുഴുവൻ ഈ ഭസ്മം പിടിച്ചെടുക്കും. അതുപോലെ തന്നെ തുളസിലേക്ക് ഒരുപാട് കഴിവുണ്ട്. അണുക്കളെ, പുഴുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരം കുറേ കാലത്തേക്ക് അഴുകാണ്ടിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ശരീരം ഒന്നും പുഴുവിന് തിന്നാനും കിട്ടില്ല. നമ്മളങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പോൾ ഉണങ്ങി അസ്ഥികൂടായിട്ട് മാറുന്ന ഒരു പ്രക്രിയനത്. അതാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് ഒരു എൻട്രി പാസ്സാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇവർക്ക് ശാഖകളുണ്ട്. ഇവിടെ കേരളത്തിൽ കാട്ടാക്കടയുണ്ട്, അതുപോലെ തന്നെ സേലത്തുണ്ട്. ഇവർക്ക് കുറേ ശാഖകളുണ്ട് അവിടെ ഇതുപോലെ തന്നെ. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരസ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈംഗികപരമായിട്ട് ഏത് സ്ത്രീകളെ വേണമെങ്കിലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി ചെയ്യാം. ഇവർ പിന്നെ കൃഷിയിടങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും അല്പം വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീകളൊരു മറയ്ക്കാനുള്ളൊരു ഡ്രസ്സും അതുപോലെ തന്നെ മുട്ടിന് കീഴെയുള്ളൊരു മുണ്ടെടുക്കും. അതുപോലെ തന്നെ പുരുഷന്മാരൊരു മുണ്ടെടുക്കും. അത് അവിടെ നിന്ന് കൃഷിപ്പണിയും മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എല്ലാവരും ന്യൂഡായിട്ടാണ് പിന്നെ നടക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചിലവർക്ക് അങ്ങനെ പോകാനുള്ള ആഗ്രഹം തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോയി ചേരാം. അവിടെ എല്ലാവർക്കും സ്വാഗതം. അവരെ ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാനായിട്ട് മനഃശക്തിയുള്ള ആൾക്കാർക്ക് അവിടെ പോകാം, അവിടെ നിൽക്കാം. അവർക്ക് അവരെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച്, അച്ഛനെ ഉപേക്ഷിച്ച്, ഇനിയിപ്പോൾ ഭാര്യമാരല്ലെങ്കിൽ ഭാര്യനെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച് ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. അത് വടകരയിലാണ് ആശ്രമം. വലിയ ആശ്രമമാണ്. വലിയ സന്യാസി അന്ന് അവിടെ ഉണ്ടാക്കി 1921 തുടങ്ങിയിട്ടുള്ളതാണ്. ഇന്നവരെ അവിടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അവിടെ അതിനെ വിശ്വസിച്ച് ആ ഒരു ദൈവത്തിനെ വിശ്വസിച്ച്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ദിവസവും എല്ലാവരും പരിപാടി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല, എല്ലാവർക്കും ലൈംഗികപരമായിട്ട് എല്ലാവരും ചെയ്യുന്നതെന്നല്ല പറയണത്. അങ്ങനെ ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തോ, രഹസ്യമായിട്ട് ചെയ്യണ്ട. അത് സ്ത്രീ സംബന്ധിച്ചാൽ ചെയ്തോ. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കാശ് ആശ്രമത്തിന് ലാഭമാണ്. വസ്ത്രം എന്ന് പറയുന്നത് വേണ്ടല്ലോ ആർക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പൈസ ചിലവാകുന്നത് വസ്ത്രത്തിനാണ്. അപ്പോൾ ആ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചാൽ തന്നെ പിന്നെ നമുക്ക് പകുതി കാശ്, നമ്മുടെ ജീവിതത്തിലെ പകുതി കാശ് ലാഭമായി. പിന്നെ ഈ വസ്ത്രമില്ലാണ്ട് ദിവസം സ്ത്രീകളെങ്ങനെ കാണുക, വസ്ത്രമില്ലാണ്ട് സ്ത്രീകൾ ദിവസം പുരുഷന്മാരെ കാണുക, അവിടെ ലൈംഗിക പ്രവൃത്തി വളരെ കുറയും, ആകർഷണത കുറയും. ഈ ആകർഷണത കുറയുമെന്ന് പറഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആകർഷണത കുറയും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുറന്ന് കാണിച്ച് നടക്കുമ്പോൾ പിന്നെ അവിടെ എന്ത് അട്രാക്ഷനുള്ള സ്ത്രീകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രം ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്ത്രീകളെയും കാണാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ല. എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാരായാലും അങ്ങനെ വലിയ ഒരു ലൈംഗിക ബന്ധത്തിലെ വലിയൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഈ വസ്ത്രത്തിൻ്റെ മുകളിലാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് തോന്നണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വസ്ത്രം ഊരിക്കഴിഞ്ഞാൽ ഓരോ അവയവങ്ങളുടെ സ്ഥിതിയൊക്കെ കാണുമ്പോൾ പുരുഷന്മാർക്ക് എന്തെങ്കിലും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെല്ലാവരും വസ്ത്രമില്ലാണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലാത്സംഗവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും നടക്കില്ല എന്നാണ് എൻ്റെ ഒരു പഴയ മനസ്സിൽ തോന്നുന്നത്. അത് പോട്ടെ, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാം, അവിടെ ചേരാം. ദൈവത്തിനെ വിളിച്ച് 8 മണിക്കൂർ ദൈവത്തിനെ വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 8 മണിക്കൂർ ഭജനയും ദൈവത്തിനെയും വിചാരിച്ച് 3 മണിക്ക് കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പ്രത്യേക, അതും നമ്മുടെ ശരീരത്തിൽ ഒരു വസ്ത്രമില്ലാണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി, ഒരു പ്രത്യേക ഊർജം നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഈ ലൈംഗികപരമായുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും. നമ്മൾ ദൈവത്തിൽ മാത്രമായിരിക്കും നമ്മുടെ മനസ്സ്. ഇപ്പോൾ ഒരു ആരെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോണവരും പള്ളിയിൽ പോണവരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ചെന്ന് അമ്പലത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം വിടാതെ പതിവ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ കാശിൻ്റെ പ്രശ്നങ്ങളോ വരുമ്പോൾ മാത്രമാണ് ദൈവമേ എൻ്റെ ഇതിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല കാശുള്ള ആൾക്കാരും നല്ല സാമ്പത്തികമുള്ള ആൾക്കാരും ദൈവത്തിനെ വിളിക്കുകയില്ല. അപ്പോൾ അതല്ല ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗവാതിൽ അവിടെയുള്ള ആൾക്കാർക്ക് തുറന്നിട്ടിരിക്കുന്നു. അതിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ഇവിടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് തിരിച്ചടികൾ മാത്രം കിട്ടുന്ന ആൾക്കാർ, നിങ്ങൾ പോയിട്ട്
നിങ്ങളുടെ അടുത്ത ജന്മെങ്കിലും നല്ലൊരു ജന്മമായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിദ്ധാശ്രമത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ചേരാം, ദൈവത്തിനെ വിളിക്കാം. ഈ പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടി ചെല്ലൊന്നും വേണ്ട. അതൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രഹിണിയുള്ള പിള്ളേർ ചക്കോട്ടം കണ്ട പോലെ അതൊക്കെ ഒരു ഇതാണ്. അതൊക്കെ ചെന്ന് അവിടെ ഈശ്വരദാനത്തിൽ പങ്കെടുത്താൽ അതെല്ലാം തീരും. ഈ ഭൂമിയിൽ ഏറ്റവും വലുത്, ഏറ്റവും ശക്തിയുള്ളത് ഈശ്വരനെ ധ്യാനിക്കുകയാണ്. ഈശ്വരനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തണം. അതിന് കഴിഞ്ഞാൽ ഒരു മനുഷ്യാത്മാവ് പുണ്യമായി എന്ന് ഞാൻ പറയും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.